പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ ധീര്യമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ ഒരു പങ്കാളിയാകുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ദാനമായി നൽകിയ കർത്താവിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ ധീര്യമായി സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ നമ്മെ വളരെ വ്യക്തമായിട്ട് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും നാം വിലയിരുത്തിയാൽ നമ്മുടെ അരുമനാഥൻ നമ്മോട് അടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ നാം അടുത്ത് നിൽക്കുകയും തിരുവചന വസ്തുതകളെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മുടെ ആത്മീയ ജീവിതത്തെ സമർപ്പിക്കപ്പെടുകയും ചെയ്യുവാൻ ഇടയായിത്തീരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ലജ്ജിക്കുവാൻ ഇടവരാതെ വണ്ണം സന്തോഷമുള്ളവരായി കാണപ്പെടുവാൻ കഴിയും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും ബുദ്ധിയോടും ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി വചനവ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാകുന്നു എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 25 എപ്പിസോഡുകളിലായി ദൈവമാർ എന്ന വിഷയം അടിസ്ഥാനമാക്കി തിരുവചന സത്യം നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്നാൽ തൽക്കാലം ആ വിഷയം ഇവിടെ നിർത്തിവെച്ചിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആർ എന്നുള്ള വിഷയം തീർന്നിട്ടില്ല. പിന്നീട് ബാക്കി ഭാഗങ്ങൾ ദൈവം അനുവദിച്ചാൽ തുടരാം എന്ന് ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം പഠിച്ചത് പഴയ നിയമ പുസ്തകത്തിൽ നാം യഹോവ എന്ന കർത്താവിനെ ദൈവമാണ് എന്നും അതേ ദൈവം തന്നെ തൻ്റെ മക്കളായ മനുഷ്യരുടെ വീണ്ടെടുപ്പിനായി ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നും നാം പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം അതിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഈ വിഷയം ഇവിടെ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ വിഷയം ശ്രദ്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒരു വേദപഠിതാവ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം സാക്ഷാൽ ദൈവമായവൻ എന്ന് പറയുമ്പോൾ സകലവും തൻ്റെ വചനത്താൽ അഥവാ തൻ്റെ വാക്കിനാൽ ഉണ്ടാക്കിയവൻ, തൻ്റെ സൃഷ്ടികളിൽ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്നത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കപ്പെട്ട മനുഷ്യനാണ്. ആ മനുഷ്യൻ പാപം ചെയ്ത്
ദൈവത്തിൽ നിന്നും അകന്ന് മരണത്തിന് വിധിക്കപ്പെട്ടവനായി തീർന്നപ്പോൾ അവനെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ മുൻ നിർണയത്തിലുള്ള പദ്ധതികൾ പൂർത്തിയാകേണ്ടത് മനുഷ്യനിലൂടെയാണ്. അതുകൊണ്ട് അവനെ വീണ്ടെടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിരുന്നു. അതുകൊണ്ട് മറ്റൊരു വിധത്തിലും ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല എന്ന് സർവജ്ഞാനിയായ ദൈവത്തിനെ അറിയാമായിരുന്നത് കൊണ്ട് താൻ തന്നെ തൻ്റെ മക്കളെ പോലെ ശരീരത്തിൽ വെളിപ്പെട്ടു വരുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ അവനിൽ രണ്ട് വിധ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടിരുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. അവൻ യഥാർത്ഥ ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഇക്കാര്യം നാം പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തിരുവചനം പഠിക്കുന്നു എങ്കിൽ മാത്രമേ മറ്റു ഊഹാഭോഗങ്ങളിൽ നിന്നും അകന്ന് സത്യദൈവത്തെ അറിഞ്ഞ് ശരിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ദൈവം ഏകനാണ് എന്ന് പറയുമ്പോൾ സന്ദേഹം ഉണ്ടാവുകയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോഴും സംശയങ്ങൾ ഉണ്ടാകാതെ വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെയും ശക്തീകരിക്കുവാനിടയായിത്തീരും. സ്തോത്രം. അതിന് ശരിയായിട്ടുള്ള ഒരു വീണ്ടും ജനനം അല്ലെങ്കിൽ മാനസാന്തരം ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് സത്യോപദേശം കേൾക്കുമ്പോൾ അസഹനീയമായി തോന്നും. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ചെയ്യുക, എന്നാൽ എല്ലാം വളരെ ഭംഗിയാകും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. എങ്കിലും പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ ദാസന്മാർ ഈ വാക്യഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. അത് ഏറ്റവും അത്യന്താപേക്ഷിതവുമാണ്. ഒഴിച്ചുകൂടാനാകാത്ത ഒരു നിർദ്ദേശമാണ്, കൽപ്പനയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്നവിടെ വിശുദ്ധ വചനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരുവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാനുള്ളതായ ഒരു വഴിയാണ് കർത്താവിൻ്റെ ദാസൻ അവിടെ തൻ്റെ മക്കളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു വ്യക്തിക്കും ആത്മീയ കാര്യങ്ങളെ ഗ്രഹിക്കുവാനോ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനോ സാധ്യമല്ല. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടാതെ സത്യം തിരിച്ചറിയുവാൻ സാധ്യമല്ല എന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. പലരും ഞങ്ങൾക്കും ആത്മാവുണ്ട്, ഞങ്ങളുടെ ഇത് പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ളതായ പ്രകടനങ്ങൾ ലോകത്തിൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പ്രകടനങ്ങൾ കൊണ്ടൊന്നും
വാസ്തവത്തിൽ യാതൊരു വിധമാകുന്ന പ്രയോജനവുമില്ല. പരിശുദ്ധാത്മാവിനെ ഒരുവന് ലഭിക്കുവാനിടയായി തീരണമെങ്കിൽ അവന് മാനസാന്തരം ആവശ്യമാണ്, അഥവാ വീണ്ടും ജനനം ആവശ്യമാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അതിന്റെ 5-ാമത്തെ വാക്യഭാഗമാണ് നമ്മൾ വായിച്ചത്. ദൈവം ഒരുവനേ ഉള്ളൂ, അവൻ തന്നെയാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി കടന്നു വന്നത് എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം ഒരുവൻ എന്ന് പറയുമ്പോൾ മറ്റനേകർക്കും അത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പലരും ദൈവം ഒന്നല്ല എന്ന് തെളിയിക്കുവാനായിട്ട് വൃഥാ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ വേദപുസ്തകത്തിന്റെ ആദിയോടെ നമ്മൾ പഠിക്കുമ്പോൾ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ ദൈവം തന്നെയാണ് തെറ്റിപ്പോയ മനുഷ്യർക്കും വിശ്വസ്തനായ ദൈവത്തിനും മധ്യത്തിൽ ഒരു മധ്യസ്ഥനായി കടന്നു വന്നത് എന്നും നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പിന്നീട് അതിൻ്റെ 6-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ കാണുന്നത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്തു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു എന്നാണ്. വാസ്തവത്തിൽ ദൈവം ഒരുവനായിരുന്നു. അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നതാണ് എന്ന്, എല്ലാവർക്കും കൂടി മറുവിലെ ആകേണ്ടതിന് അവൻ മനുഷ്യനായി തീർന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവൻ വാസ്തവത്തിൽ ദൈവമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അബ്രഹാം അങ്ങനെ ചെയ്തില്ലല്ലോ എന്നവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. ദൈവത്തിൽ നിന്നും കേട്ടതായ കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കുന്നത്. അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നവനാണ് എന്നും വളരെ വ്യക്തമായിട്ട് അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ലോകത്തിലെ മനുഷ്യർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് കർത്താവ് പറയുകയാണ്. യേശു യഥാർത്ഥ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്ന് ഈ വാക്യഭാഗങ്ങളിലൂടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. യേശു യഥാർത്ഥമായ സത്യദൈവവും അപ്പോൾ തന്നെ അവൻ ഒരു പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലും മനുഷ്യൻ ദുരുപദേശം കലർത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി അനേകം ദുരുപദേശങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ കടന്നുകൂടിയെന്ന് പഠിക്കുവാൻ കഴിയുന്നു. വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചുവല്ലോ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ മക്കൾ ജഡത്തിൽ വസിക്കുന്നവരാണ്, അഥവാ ശരീരത്തിൽ ജീവിക്കുന്നവരാണ്. അവരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി അവരുടെ സൃഷ്ടികർത്താവായ പിതാവ് അവരിൽ ഒരുവനെ പോലെ ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു എന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത്. അതിന്റെ കാരണം മരണത്തിന്റെ അധികാരിയായ പിശാച് അവരെ പാപം ചെയ്യിച്ച് അടിമകളാക്കിയിരിക്കുകയാണ്. അവരെ അതിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ പിതാവായ ദൈവം തന്നെ അവർക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്നേ മതിയാകൂ എന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കർത്താവ് തന്നെ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്ന തൻ്റെ മക്കളെ വിടുവിക്കേണ്ടതിന് വേണ്ടി കർത്താവ് മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നാം ഇവിടെ പഠിക്കുന്ന വിഷയം യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്നുള്ള വിഷയമാണ്. സ്തോത്രം. അവന്റെ ജനനം സാധാരണ മറ്റുള്ളവർ ജനിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ അതിൻ്റെ വ്യത്യാസം അവൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായിരുന്നവനാണ്. അതുകൂടാതെ അവൻ ആദ്യജാതനുമായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനാലാണ് അവൻ ഉളവായത്. അവൻ ആദ്യജാതനായിരുന്നു എന്നും ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അതിനെ സംബന്ധിച്ച് വിശുദ്ധ പ്രവാചകനായ യെശയ്യാവ് പ്രസ്താവിച്ചിരിക്കുന്ന ഒരു പ്രസ്താവന നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. നമുക്കത് ശ്രദ്ധിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഈ ശിശുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സകല സൃഷ്ടികൾക്ക് മുമ്പേ ദൈവത്തിന്റെ ഉദ്ദേശത്തിലും പ്ലാനിലും ഉണ്ടായിരുന്ന ഒരു അത്ഭുത വിഷയമാണ് താൻ ജഡത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഉള്ളതായ ആ ചിന്താഗതി. അന്ന് തന്നെ താൻ പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചുള്ളതായ ചിന്ത ഉണ്ടായപ്പോൾ തന്നെ അതിൻ്റെ പ്രവചന ഭാഗമായിട്ടാണ് കർത്താവിന്റെ ദാസൻ ഇത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അവനെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അവൻ ആദ്യനാണ്, അന്ത്യനാണ്, ഒന്നാമത്തവനാണ്, ഒടുക്കത്തവനാണ് എന്നൊക്കെ നമ്മൾ അവനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവൻ ലോക ഉൽപ്പത്തിക്ക് മുൻപേ അവൻ ജനിക്കപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഇവൻ ശിശുവായി ലോകത്തിലേക്ക് കടന്നു വന്നത് കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി അവൻ ലോകത്തിലേക്ക് വന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വരുവാൻ താൻ നിർണയിച്ചിരുന്നതായ ആ സമയമായപ്പോൾ സ്ത്രീയുടെ സന്തതിയായി അവൻ ലോകത്തിലേക്ക് വെളിപ്പെട്ടു വന്നു.
അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, അവൻ നിത്യപിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭു. അങ്ങനെ അവനെ പേർ വിളിക്കപ്പെടും എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. മറിയ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യജാതൻ എന്ന് പറയുമ്പോൾ സ്തോത്രം, അവൻ സകലത്തിനു മുമ്പേ ജാതനായവനാണ്, അല്ലെങ്കിൽ ജനിക്കപ്പെട്ടവനാണ്. സ്തോത്രം. അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വരുവാൻ ദൈവം നിർണയിച്ച കാലഘട്ടത്തിൽ സ്ത്രീയുടെ സന്തതിയായ അവൻ ലോകത്തിലേക്ക് വന്നു എങ്കിലും സകല സൃഷ്ടികൾക്കും മുമ്പേ ഉള്ളവനാണ് അവൻ എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അവനെ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് കാണുവാൻ കഴിയുന്നത്, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. യേശു എവിടെയാണ് ജനിച്ചതെന്നും അതിൻ്റെ അവസ്ഥകളൊന്നും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ജനിച്ചതിന് ശേഷം അവനെ ശീലകൾ അല്ലെങ്കിൽ തുണി ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമുണ്ടാകുമെന്ന് കരുതി അവർ വഴിയമ്പലത്തിൽ കൊണ്ടുവന്നു. അവിടെയും ജനത്തിരക്ക് കാരണം അവർക്ക് കുഞ്ഞിനെ കടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 30-31 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന കർത്താവിന്റെ ദൂതൻ മറിയയോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് ദൈവത്തിന്റെ ദൂതൻ മറിയയോട് സംസാരിക്കുന്ന ഭാഗമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആ അധ്യായത്തിൽ തന്നെ അതിന്റെ 34-35 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ മറിയ ദൂതനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നവിടെ കർത്താവിന്റെ ദൂതൻ മറിയയോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ മറിയ ദൂതനോട് ചോദിച്ചത്, ഞാൻ പുരുഷനെ അറിയാത്ത സ്ത്രീ ആയകയാൽ എനിക്ക് എങ്ങനെ ഇങ്ങനൊരു മകനെ ലഭിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ്, പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വേദഭാഗങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. മത്തായി 1-ന്റെ 16-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. യാക്കോബിന്റെ മകനാണ് യോസഫ്.
യോസഫിനെ യാക്കോബ് ജനിപ്പിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടത്, മറിയയിൽ ഉൽപ്പാദിതമായ ക്രിസ്തു എന്ന ആ ശിശുവിൻ്റെ മേൽ യോസഫിന് യാതൊരു വിധമാകുന്ന ബന്ധവും ഇല്ല എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം നാം ചിന്തിക്കുന്നത്. ആദ്യം തന്നെ ദൂതൻ അവളോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇവിടെ സ്ത്രീയുടെ സന്തതിയായി മാത്രം ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യേശു എന്ന് വളരെ വ്യക്തമാണ്. യേശു സാധാരണ മനുഷ്യരെ പോലെ തന്നെ ജനിച്ചു, എങ്കിലും അസാധാരണമായ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ അവൻ്റെ ബാല്യകാലം ഒരു സാധാരണ രീതിയിലായിരുന്നു, എങ്കിലും ജ്ഞാനത്തിലും ശാരീരിക വളർച്ചയിലും അവൻ മുതിർന്നു വന്നു. അവൻ അനുസരണമുള്ളവനായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ജ്ഞാനത്തിലും അറിവിലും ശാരീരികമായിട്ടുള്ള വളർച്ചയിലും അവൻ വളരെ മുതിർന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ അവൻ വളരെ അനുസരണമുള്ളവനായും ഇരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 51-52 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്നു അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ബാല്യപ്രായത്തിൽ അമ്മയപ്പന്മാരോടുകൂടെ, അഥവാ മറിയയോടും യോസഫിനോടും കൂടെ യെരുശലേമിൽ ആരാധനയ്ക്കായിട്ട് കടന്നുപോയതായിട്ടും, അവിടെ ആരാധന കഴിഞ്ഞ് അമ്മയപ്പന്മാർ മടങ്ങി ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ധാരാളം ആളുകൾ അവരോടൊപ്പം യാത്രികരായിട്ടുണ്ടായിരുന്നു. യേശുവും അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളതായ ചിന്താഗതിയിൽ വലിയ അന്വേഷണങ്ങളൊന്നും നടത്താതെ അവർ മുൻപോട്ട് കടന്നുപോയി. അവർ വളരെ ദൂരം യാത്ര ചെയ്ത്, സ്തോത്രം, ആൾത്തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു വന്നതായ സമയത്താണ് യേശുവിനെ കുറിച്ച് അവർ അന്വേഷിച്ചത്. അപ്പോൾ യേശു അവരോടൊപ്പം ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ വളരെ മാനസികമായി പ്രയാസപ്പെട്ട് അവർ നേരെ യെരുശലേമിലേക്ക് യാത്ര ചെയ്തു കടന്നുപോയി എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ അവർ യെരുശലേമിൽ കടന്നു ചെല്ലുമ്പോൾ അവർ കണ്ടതായ കാഴ്ച വളരെ അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. അവിടുത്തെ ശാസ്ത്രിമാരും പുരോഹിതന്മാരും അവിടെ വലിയ അറിവിൽ സമ്പന്നരായ ആളുകളുടെ മധ്യത്തിലിരുന്നു കൊണ്ട് യേശു അവരോട് വാദിക്കുകയും അവരുടെ വാക്കുകൾക്ക് മറുപടി പറയുകയും ചെയ്യുന്നതായ ആ അദ്ഭുത കാഴ്ചയാണ് മറിയയും യോസഫും കാണുവാനിടയായി തീർന്നു. സ്തോത്രം. ഈ 12 വയസ്സുള്ളതായ ബാലന്റെ വിവേകത്തിലും ജ്ഞാനത്തിലും അവിടെ ഇരുന്നതായ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ വളരെ ആശ്ചര്യമുണ്ടായി എന്നും തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. മറിയയും യോസഫും അവനോട് ചോദിച്ചത്, മകനെ, നീ ചെയ്തതെന്താണ്? ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്നറിയാമോ? ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു,
എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് അവരുടെ പ്രയാസം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞതായ ഒരു കാര്യം, തൻ്റെ അമ്മയോട് പറഞ്ഞത്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് കർത്താവ് അവളോട് സംസാരിച്ചു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും അവൻ്റെ വാക്കുകൾ അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. യേശു സാധാരണ ഒരു മനുഷ്യനല്ല എന്ന് അവൾക്കറിയാമായിരുന്നു. എപ്പോഴും അവൾ വചനത്തിൻ്റെ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവളായിരുന്നു എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. സർവശക്തനായ ആത്മാവും അദൃശ്യനുമായ ദൈവത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിലാണ്. അവനാ ദൈവരൂപത്തിലിരിക്കെ ദൈവമെന്നുള്ളതായ തുല്യത മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് ധരിക്കാതെ ഒരു ദാസന്റെ വേഷം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തന്നെത്താൻ താൽക്കാലികമായിട്ട് ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് അവൻ ഈ വിധത്തിലുള്ളതായ ഒരു ത്യാഗ പ്രവർത്തനം ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ഈ വിധത്തിലുള്ളതായ ഒരു വെളിപ്പാട് അവനിലൂടെ സംഭവിച്ചതിനാൽ യേശുക്രിസ്തുവിനെ മനുഷ്യനെന്നും മനുഷ്യപുത്രനെന്നും വിളിച്ചിരുന്നതായി നമുക്ക് മുകളിൽ വായിച്ച വേദഭാഗത്തിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം ലഭിച്ചു എന്ന് പറയുമ്പോൾ സന്തതികൾ എന്ന് ബഹുവചന രൂപത്തിലല്ല അത് സംസാരിച്ചിരിക്കുന്നത്. സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അത് ക്രിസ്തു തന്നെ എന്ന് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്നും പിതാവിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്നും അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. പിന്നീട് മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു.
ദാവീദിന്റെ പുത്രൻ എന്നവർ പറഞ്ഞു. യേശുക്രിസ്തുവിനെ കുറിച്ച് വിവിധങ്ങളാകുന്ന അഭിപ്രായങ്ങൾ പലരും പല വിധത്തിൽ സംസാരിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു ആരുടെ മകനാണ് എന്നുള്ളതായ ഒരു ചോദ്യം ഇവിടെ കാണുകയും അതിന് ദാവീദിന്റെ പുത്രൻ എന്ന് മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദിന്റെ പുത്രനെന്നും അബ്രഹാമിന്റെ പുത്രനെന്നും സ്ത്രീയുടെ സന്തതി എന്നൊക്കെ യേശുക്രിസ്തുവിനെ വിളിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. എങ്കിലും നാം ചിന്തിച്ച വേദവചനങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. അവൻ തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നവനാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമ്മേളിച്ചിരുന്നു എന്ന് തിരുവചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ഗലാത്യ ലേഖനം 4:4-5 വേദഭാഗങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു. സ്തോത്രം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ സ്തോത്രം ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നിർണയിച്ചതായ ആ കാലത്തിൻ്റെ പൂർണ്ണത എത്തിയപ്പോൾ സ്ത്രീയുടെ സന്തതിയായി അവൻ ലോകത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി ദൈവം നിർണയിച്ചതായ കാലഘട്ടം പൂർത്തിയായപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അഥവാ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. അങ്ങനെ നിയോഗിച്ചതിൻ്റെ കാരണത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെന്ന് പറയുന്നത് അബ്രഹാമിന്റെ സന്തതികളാണ്. അവർക്കാണ് ദൈവം ന്യായപ്രമാണം നൽകിയിട്ടുള്ളത്. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയവരെ അവർക്ക് തക്കതായ വില കൊടുത്ത് അവരെ സ്വന്തമാക്കുക. അത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരായ യഹൂദന്മാരെ അഥവാ ഇസ്രായേല്യരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് സ്തോത്രം താൻ ബലിയായി തീർന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. അവരെ വിലയ്ക്ക് വാങ്ങുക, അവൻ്റെ പ്രാണൻ മറുവിലയായി കൊടുത്ത് അവരെ വിലയ്ക്ക് വാങ്ങുകയും അതിനുശേഷമുള്ളതായ ജാതികൾക്ക്, അതിവിടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞിരിക്കുന്നത് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജാതികളായ ആളുകൾ പുത്രത്വം പ്രാപിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം മൂലമാണ്. സ്തോത്രം. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെയാണ് അവൻ വിലയ്ക്ക് വാങ്ങേണ്ടതിന് വേണ്ടി താൻ ബലിയായി തീർന്നത്. ന്യായപ്രമാണത്തിന് കീഴിലുള്ള തൻ്റെ മക്കളെ വീണ്ടെടുത്തവനായ കർത്താവിൽ വിശ്വസിക്കുന്നവരായ നാം വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവന്റെ പുത്രന്മാരായി തീരുകയാണ്. അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത് പാപത്തിന് കീഴ് അടിമകളായി കഴിയുന്നവരെ വിടുവിക്കുവാനും സ്തോത്രം നമുക്ക്
പുത്രത്വം നൽകുവാനും പുത്രൻ എന്ന പദവി നൽകുവാനും വേണ്ടിയാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനായിട്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു നിയോഗം നടത്തിയത് എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾക്കിടവരാതെ വണ്ണം ഓരോ വേദപഠിതാക്കളും മനസ്സിലാക്കിയിരിക്കേണ്ടത്, നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം സാക്ഷാൽ സകലത്തെയും ഉളവാക്കിയ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഏക സത്യദൈവമാണ്. അവനാണ് തൻ്റെ മക്കളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആ ദൈവം ലോകത്തിൽ ജീവിച്ചപ്പോൾ അവനിൽ ഒരേ സമയം ദൈവത്വവും അതേ സമയം തന്നെ അവനിൽ മനുഷ്യത്വം അടങ്ങിയിരുന്നു. അവന്റെ ദൈവത്വത്തോട് അവന്റെ മനുഷ്യത്വം പ്രാർത്ഥിച്ചു, സങ്കടങ്ങളോതി. അവൻ സ്തോത്രം അവന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ വിവിധ നിലകളിലുള്ളതായ പ്രവർത്തനങ്ങൾ നടക്കുവാനിടയായി തീർന്നത് അവൻ യഥാർത്ഥത്തിൽ ദൈവവും അതേസമയം അവൻ മനുഷ്യനുമായി വെളിപ്പെട്ടു വന്നവനായതുകൊണ്ടാണ്. അവന്റെ മനുഷ്യത്വമാണ് അവന്റെ ദൈവത്വത്തോട് സംസാരിച്ചതല്ലാതെ മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ ഒരു ദൈവം വേറൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നില്ല. സ്തോത്രം. അങ്ങനെ ഒരു ദൈവം മറ്റൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീരുകയാണെങ്കിൽ സ്തോത്രം, എങ്ങനെ ഇരുവരും ദൈവമായിരിക്കും? ഒരുവൻ ചെറിയ ദൈവവും ഒരുവൻ വലിയ ദൈവവും എന്നുള്ള നിലയിൽ വരേണ്ടയോ? അതൊരിക്കലും വരികയില്ല. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ സകലത്തിനും മതിയായവനാണ്, സർവശക്തനാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് വരാറായി. അവനിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ എല്ലാവരും ഒരുങ്ങുക. സംശയങ്ങളും ദുരുപദേശങ്ങളും ദുരാലോചനകളും കേട്ട് മനം കലങ്ങിയും കഠിനപ്പെട്ടും സത്യദൈവത്തെ അറിയാത്തവരായി ജീവിക്കുവാൻ ഇടവരാതെ വണ്ണം സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിഞ്ഞ് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ സമയത്ത് അല്പസമയം തിരുവചനം സംസാരിക്കുവാൻ എളിയവന് ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. എളിയവൻ അവസരത്തെ ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്ക് എൻ്റെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും തിരുവചനം നിത്യേന സംസാരിക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഏവർക്കും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. എന്നെ ഈ സമയത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന എൻ്റെ കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം തിരുവചനത്തിൽ നിന്നും ചില വസ്തുതകൾ കർത്താവെ ഹല്ലേലൂയ സംസാരിക്കുവാൻ തക്കവണ്ണം നീ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. നീ സാക്ഷാൽ ദൈവവും അതേസമയം നീ മനുഷ്യനുമാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം നീ എളിയവനെ സഹായിച്ചല്ലോ. കേട്ട് വിശ്വസിച്ച് നിത്യതയിൽ പങ്കാളികളാകുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അടിയന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയാട്ടെ, ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചാട്ടെ. സകല മഹത്വപരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.